ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ സാംസങ്ങിൻ്റെ ഒരു ഷോറൂമിൽ പോയപ്പം അവിടെ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നു. വേറെ ഒന്നുമല്ല, സാംസങ്ങിൻ്റെ ഗാലക്സി സ്മാർട്ട് ടാഗ് 2 എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് ഒരേ ടൈമിലൊരു ലോക്കറ്റാണ്, കീ ചെയിനാണ്, എല്ലാത്തിനും ഉപരി ഇതൊരു ട്രാക്കറാണ്. അപ്പോൾ നമുക്ക് പെട്ടി തുറന്നിട്ട് ഈ സ്മാർട്ട് ടാഗ് പുറത്തെടുക്കാം. പെട്ടിക്കുള്ളിൽ ഒരു യൂസർ മാനുവലും ഒരു ചെറിയ കേസിനകത്ത് ഈ ട്രാക്കറുമാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ കീ കാണൂല. അത് കണ്ടുപിടിച്ച് നമ്മളുടെ ഒരു പകുതി സമയം അവിടെ പോകും. പക്ഷേ നമ്മുടെ ഈ കീക്കകത്ത് ഈ ഒരു ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ലോക്കറ്റായിട്ടും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷേ നമുക്കല്ല, നമ്മളുടെ വളർത്തു മൃഗങ്ങൾക്ക്, അവർക്ക് ഇത് ബെൽറ്റിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ലോക്കറ്റായിട്ട് അവരെങ്ങോട്ടേലും ഓടിപ്പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് അങ്ങനെ പവർ വരുന്നതെന്ന് നോക്കാം. നമ്മൾ സിം ഇടത്തില്ലേ ഫോണിനകത്ത്, സിം എജക്ടർ വെച്ചിട്ട് ഹോളിൽ പ്രസ് ചെയ്തിട്ട് സ്ലോട്ട് ഊരിയെടുക്കുന്നു. അതേ പ്രൊസീജിയർ തന്നെ ഇവിടെയും. ഈ ഒരു ഹോളിലോട്ട് സിം എജക്ടർ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബാറ്ററിയുടെ സ്ലോട്ട് ഊരി വരും. അതിനകത്തോട്ട് നമ്മൾ ബാറ്ററി ഇടണം. ബാറ്ററി ഈ മറ്റേ വാച്ചിലൊക്കെ ഇടുന്ന റൗണ്ട് ഷേപ്പ് ബാറ്ററി ഇല്ലേ, അതിൻ്റെ കുറച്ചുകൂടെ വലിയ മോഡലാണ് ഇതിനകത്ത് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇജക്റ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോണിലോട്ട് പെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. ആപ്ലിക്കേഷൻ്റെ പേര് സ്മാർട്ട് തിങ്സ് എന്നാണ്. അത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് പെയർ ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, ആ ബ്ലൂ ഐക്കൺ. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് ടോപ്പിൽ ആ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. അതിൽ ആഡ് ഡിവൈസ് കൊടുക്കുക. ഈ കാണുന്ന ഇൻ്റർഫേസിൽ ഈ ഫസ്റ്റ് കിടക്കുന്ന ആഡ് ബട്ടൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ആപ്ലിക്കേഷൻ വഴി പെയർ ചെയ്യാൻ പറ്റുന്ന ഇത്രയും ഡിവൈസിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നമുക്ക് വേണ്ടത് ഈ ടാഗിൻ്റെയാണ്. അത് ഏറ്റവും താഴെ കിടപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ പെയർ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് വേറൊരു വഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്ക് അടിച്ചിട്ട് ഏറ്റവും താഴെ സ്കാൻ നിയർ ബൈ അത് കൊടുക്കുക. അത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ടാഗ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. എഗ്രി കൊടുക്കണം. ടാഗ് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടാഗിൽ പ്രസ് ചെയ്യണം. ആ പേരിൻ്റെ ഭാഗത്ത് ഒരു ബട്ടൺ ഉണ്ട്, അവിടെ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോഴത്തേക്ക് അത് പെയർ ആവുന്നതാണ്. ഓക്കെ, അത് പെയർ ആയിട്ടുണ്ട്. ഈ ഡിവൈസ് നെയിമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീനെയിം ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ വ്യൂ മാപ്പ് വഴിയാണ് നമ്മൾ മിസ്സായ ടാഗ് ഫൈൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ഓപ്ഷൻ ഫൈൻഡ് ഫോൺ ഓർ ടാബ്ലറ്റ്, അതും നേരെ തിരിച്ച്, അതായത് ഫോൺ എവിടെയെങ്കിലും വെച്ച് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ടാഗിൽ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ അലാം കേൾക്കും. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ അലാം കേൾക്കും. ഇനി നമ്മളിത് എത്ര ആക്യുറേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ടാഗ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് പോവുക. ടാഗ് നമ്മളൊരു സ്ഥലത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അത് ഫൈൻഡ് ചെയ്യാനായിട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് ഈ മോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് നിയർ ബൈ. ഈ കാണുന്ന ഇൻ്റർഫേസ് ഫോളോ ചെയ്ത് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കും, ഡിസ്റ്റൻസിൻ്റെ. അഞ്ച് മീറ്ററിനുള്ളിൽ ടാഗുണ്ട്. ഏത് ഡിറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്തൊരു ആരോ കാണിക്കും, നമ്മൾ അത് നോക്കിയിട്ട് മൂവ് ചെയ്യണം. എന്നിട്ട് ആരോ കാണിച്ചു നമ്മൾ അതേ രീതിയിൽ ഫോൺ തിരിച്ചിട്ട് മൂവ് ചെയ്യണം. രണ്ട് മീറ്ററിനുള്ളിൽ അതുണ്ട്. നമ്മൾ ടാഗ് ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.